ഐ വാണ്ട് ടു ടോക്ക്. ഈ സിനിമയെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ക്യാൻസറിനെ അതിജീവിച്ച അർജുൻ സെൻ്റെ ബയോപിക്കാണ്. വെസ്റ്റ് ബംഗാളിലാണ് അദ്ദേഹം. പിന്നീട് അമേരിക്കയിൽ സെറ്റിൽഡായി. അവിടെ വലിയൊരു ബിസിനസ് സംരംഭമുണ്ട്. അദ്ദേഹത്തിനൊരു ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. പക്ഷേ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്തപ്പോൾ അവർക്ക് സമയം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഡിവോഴ്സായി. 8 വയസ്സുള്ള മകള് ആഴ്ചയിലൊരിക്കൽ അപ്പൻ്റെ കൂടെ വന്ന് നിൽക്കുക. അങ്ങനെ ഒരാഴ്ചയിൽ അപ്പൻ്റെ കൂടെ നിൽക്കുന്ന ദിവസം മകള് മുറിയിലേക്ക് കയറി വരാണ്. അപ്പം അപ്പൻ കമ്പ്യൂട്ടറിലാണ്. മകൾ പറഞ്ഞു, അപ്പൻ എന്നെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പം അപ്പൻ പറഞ്ഞില്ല, എനിക്ക് നിന്നെ നന്നായി അറിയാം. അങ്ങനെയെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ഏതാ, എനിക്ക് അപ്പൻ്റെ കൂടെ ഒരുമിച്ച് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതാ. അതെല്ലാത്തിനും മറുപടി പറയുന്നുണ്ട്, പക്ഷെ ഒരു ഉത്തരം ശരിയായില്ല. അപ്പോൾ മോള് പറയും, ഇതാ ഞാൻ പറഞ്ഞേ, അപ്പൻ എന്നെക്കുറിച്ചൊന്നും അറിയില്ല. അവളുടെ കയ്യിൽ ഒരു ഡ്രോയിങ് ബുക്കുണ്ട്. അതിലവൾ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്, കുറേ സർക്കിൾസ്. നടുക്കത്തെ സർക്കിളിൽ അവൾ എഴുതിയിരിക്കുന്നത് മമ്മി ആൻഡ് മീ, ഞാനും എൻ്റെ അമ്മയും. പിന്നത്തെ സർക്കിളിൽ അവളുടെ ഫ്രണ്ട്സാണ്. പിന്നെ അവളുടെ ഗ്രാൻഡ് പാരൻസ്. പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ. അങ്ങനെ 8ാമത്തെ സർക്കിളിലാണ് അവൾ എഴുതിയിരിക്കുന്നത് ഡാഡിന്ന്. എന്നിട്ട് അവൾ പറയും, അപ്പൻ 8ാമത്തെ സർക്കിളിലാണ്. അവൾ മുറിയിൽ നിന്ന് പോവും. പക്ഷെ അപ്പൻ്റെ ഉറക്കം പോയി. പിറ്റേ ദിവസം രാവിലെ അപ്പൻ മകളോട് പറയുന്നുണ്ട്, മോളെ നിൻ്റെ ഡയഗ്രാം എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്ത്. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ 8ാമത്തെ സർക്കിളിലെങ്കിലും ഉണ്ടല്ലോ, നിൻ്റെ പേജിൻ്റെ പുറത്ത് ഞാൻ പോയില്ലല്ലോ. പിന്നീട് അയാൾ മകളുടെ ഇന്നർ സർക്കിളിലേക്ക് എത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ്. ഇത് ഗോസ്പലിൽ ഈശോ പറയുന്നു, കുഞ്ഞുങ്ങളെ തടയരുത്. ഇന്ന് പാരൻസിനോട് 2 ചോദ്യങ്ങളാണ്. ഒന്ന്, നിങ്ങളൊരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്രാമത്തെ സർക്കിളിൽ വരും? 2, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളൊരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിൽ എത്രാമത്തെ ലെയറിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്?